നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചാണ്. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ, അതായത് പണം എന്ന മാധ്യമം നിലവിൽ വരുന്നതിന് മുന്നേ ജനങ്ങൾ പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തത്, അതായത് ഓരോ സാധനങ്ങൾ വാങ്ങിയത് മറ്റൊരു സാധനം കൊടുത്തുകൊണ്ടാണ് മറ്റൊരു സാധനം സ്വീകരിച്ചത്. അങ്ങനെ പോകെ ഞാൻ കൊടുക്കുന്ന സാധനത്തിന്റെ മൂല്യം എനിക്ക് കിട്ടുന്ന വസ്തുവിന് ഇല്ല എന്ന തിരിച്ചറിവിൽ ചില വസ്തുക്കൾ കട്ട് ചെയ്ത് ചില ആകൃതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇന്ന ആകൃതിയിലുള്ള സാധനം തന്നാൽ ഇത്ര എണ്ണം അത് തരണം എന്ന രൂപത്തിലേക്ക് എത്തി. പിന്നെയാണ് നാണയത്തുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഒരുപാട് നാണയത്തുട്ടുകൾ കൊണ്ടുപോവുക ബുദ്ധിമുട്ടായി വന്നു. പിന്നെ അത് കടലാസിലേക്കായി, അങ്ങനെ രൂപയിലൊക്കെ നോട്ടൊക്കെ ആയി മാറി. പിന്നീട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രൂപയിലേക്ക് എത്തി. അപ്പോഴും നമുക്ക് ഇന്നും ചില സമയത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം ബാങ്കിൽ ഇത്ര പൈസ മാറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇത്ര ലിമിറ്റ് വരെ ചെയ്തു കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഈ ഒരു സന്ദർഭവും കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് 2009 ക്രിപ്റ്റോ കറൻസി, ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ നിലവിൽ വരുന്നത്. അന്ന് ആ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം ഒരു ക്രിപ്റ്റോ കറൻസിക്ക്, ഒരു ബിറ്റ് കോയിന് 35 പൈസയായിരുന്നു. എന്നാൽ ഈ 2024 എത്തി നിൽക്കുമ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വില, അതായത് ബിറ്റ് കോയിന്റെ വില 70 ലക്ഷത്തോളമാണ്. ഇന്ന് നിലവിൽ 5000-ഓളം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട്. അത് പല രൂപത്തിൽ പല ആൾക്കാരും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ക്രിപ്റ്റോ യുഗം വരാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ, വിദേശികളും ഒരുപാട് ആൾക്കാർ ഈ ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നാളെ അതിന്റെ മൂല്യം ഉയരുമ്പോൾ എല്ലാവരും കോടീശ്വരന്മാരാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലാ ഗവൺമെന്റും ഏറ്റെടുത്ത് ഇതൊരു മൊത്തത്തിലൊരു വ്യാപാരത്തിലേക്ക് എത്തിക്കാത്തത് അതിന്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ ഒരു ഇതിനെ ഒരിക്കലും ഒരു ഗവൺമെന്റും തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പൊ അതിനെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് അതിനെ സപ്പോർട്ടിങ് ആയിക്കൊണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത്. അതായത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഒരു വിനിമയം നടത്തിയാൽ അത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ റെക്കോർഡായിരിക്കും. അത് 1-2 കമ്പ്യൂട്ടർ നശിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്ത ഇടപാടുകൾ ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റൂല. യാതൊരു തരത്തിൽ തിരിമറിയും നമുക്കിന്ന് കള്ളപ്പണം അതുപോലെ മറ്റുള്ള ആൾക്കാരെ രേഖയിൽ പറ്റിക്കുക, ഈ ഒരു സംഭവം ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നാൽ ഒരിക്കലും സാധ്യമല്ല. അതിന്റെ ഒക്കെ ഒറിജിനൽ തെളിവുകൾ ലോകാലോകമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഞാൻ പറയാം, നമുക്ക് മുമ്പ് ഈ ഫോണും ഇതൊന്നും വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായത് ഒരു കത്തയക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഇല്ലൻ്റോ അല്ലെങ്കിൽ ഒരു കാർഡോ മേടിച്ച് അതിൽ നമുക്ക് ഒരു അഡ്രസ്സ് എഴുതി ലെറ്റർ എഴുതി നമ്മളത് തപാൽ പെട്ടിയിൽ കൊണ്ടിട്ടാൽ അവിടെ അത് പോസ്റ്റ് ഓഫീസിലെത്തി അത് അവിടുന്ന് വായിച്ച് അത് മറ്റൊരു ദിക്ക് കൊണ്ടുപോയി അവിടുന്ന് അത് ആ അഡ്രസ്സിലേക്ക് എഴുതി കൊണ്ടു കൊടുക്കണം. അത്രയും കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തപാൽ ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഫോണിന്റെ വരവോട് കൂടി നമുക്കൊരു മെസ്സേജ് അയക്കണം വാട്സപ്പിൽ ഓൺ ദ സ്പോട്ട്, അതായത് ഇടനിലക്കാരനില്ല. ആ രൂപത്തിലാണ് ക്രിപ്റ്റോ കറൻസി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു വശം. അത് ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു പൈസ അയക്കണമെങ്കിൽ എൻ്റെ ബാങ്കിലേക്ക് എത്തണം, RBIയുടെ കീഴിലുള്ള ബാങ്കിൽ എത്തണം. ഞാൻ അയക്കുന്ന ആളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് അതിലൊരു റോൾ വഹിക്കുന്നുണ്ട്. എന്നിട്ടാണ് അദ്ദേഹത്തിന് അത് എത്തുക. നേരെ മറിച്ച് ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് ഏറ്റവും സുതാര്യമാണ്. കാരണം ഞാൻ ഒരാൾക്ക് അയക്കണം, എനിക്ക് അതിന്റെ ഇടയിൽ വേറൊരു ഇടനിലക്കാരില്ല, നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപ കീശയിലുണ്ട്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ എനിക്കിപ്പം അവിടുന്ന് ആ 100 രൂപ ഡയറക്റ്റ് കൊടുത്ത് സാധനം മേടിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കുക. അതിൻ്റെ ഒരു പോരായ്മ, എനിക്കിപ്പം എൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ട്, എനിക്കിപ്പം തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ആ 100 രൂപ എത്തിക്കാൻ എനിക്കാവും എൻ്റെ പോക്കറ്റിലായില്ലേ. അപ്പോൾ ഈ പോക്കറ്റിൽ നമ്മുടെ വാലറ്റിൽ ഈ ക്രിപ്റ്റോ കറൻസികളുണ്ട്. പക്ഷെ നമുക്ക് ലോകത്തിൽ എവിടേക്കും ഒരു സെക്കൻഡ് കൊണ്ട് ഈ വാലറ്റിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതിന്റെ ഇടനിലക്കാരായിട്ടൊരു സംവിധാനമില്ല. നമുക്കിപ്പം ബാങ്കിൽ ഇപ്പോൾ ഒരാൾ ഇപ്പം സാധാരണ നിലയിൽ ഒരാൾ ഈ ടെക്നോളജി ഒന്നും അറിയാത്ത ഒരാൾ കുറച്ച് ക്യാഷ് എടുത്ത് ബാങ്കിൽ ക്യൂ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നാളെ അവർക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ വീണ്ടും അവർ ആ ബാങ്കിൽ പോയി ക്യൂ നിന്ന് ആ ക്യാഷ് എടുത്ത് പോയി എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മുതൽ നമുക്ക് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്കത് ടോക്കൺ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ സാധനം വേണ്ടത് അത് സ്പോട്ടിൽ പർച്ചേസ് ചെയ്യാനും ഒക്കെ വളരെ വളരെ എളുപ്പം. നമ്മൾ ഇന്ന് പണം കൊണ്ട് വിനിമയം നടത്തുന്നതിനെക്കാട്ടി ഒരു 10
10 മടങ്ങ് വേഗത്തിലും എളുപ്പത്തിലുമായിട്ട് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വാല്യൂ അത്രയ്ക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകും. അത് നമ്മൾ അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഈ നമ്മൾക്കിപ്പം മെയിനായിട്ടുള്ള പ്രശ്നം മലയാളികൾക്കായാലും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എന്നാലും മുക്കാ ജനങ്ങളും തീരെ സാമ്പത്തികമായി വളരെ താഴെ തട്ടിലാണ്. അവർ തീരെ സാമ്പത്തികം വളരുന്നില്ല. ഇപ്പം ഒരുപാട് പഠിച്ച ആൾക്കാരും കുറച്ച് ആൾക്കാരും മാത്രമേ സമ്പത്ത് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് ആൾ പല പല ജോലികളിൽ കഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു പോരായ്മയാണ്. കാരണം നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ക്ലാസ് നമുക്ക് ഒരിക്കലും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. രണ്ടാമത് നമ്മൾ നല്ലൊരു പേഴ്സണായിട്ട് എങ്ങനെ വളരണം, നമ്മുടെ സഹജീവിയോട് എങ്ങനെ പെരുമാറണം എന്ന ഒരു ക്ലാസ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ്, നമുക്കൊരു റോഡിൽ ഇറങ്ങിയ നിയമം എങ്ങനെ പാലിക്കണം, നമ്മൾ പൊതുസ്ഥലത്തിന് തുപ്പാൻ പാടില്ല എന്നുള്ള യാതൊരു നല്ലൊരു പൗരനാക്കി എടുക്കാൻ നമുക്ക് ഒരിക്കലും സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഇന്ത്യയിലാണ് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മൾ പോരായ്മ. അതായത് ബുദ്ധി വികസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിൽ ചരിത്രങ്ങൾ, കഥകൾ, പണ്ടുണ്ടായ യുദ്ധങ്ങളെ പറ്റിയൊക്കെ മനഃപ്പാഠമാക്കാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ആ ചിന്താശക്തി വർദ്ധിപ്പിക്കുക. അല്ലാതെ കണ്ട് ഇപ്പോൾ ഒരു ആവശ്യവും ഇല്ലാണ്ട് എത്രയോ കാലം ചരിത്രം പഠിപ്പിക്കുന്നു. AD 1800 യുദ്ധം ചെയ്ത രാജാവിന്റെ കുന്തത്തിന്റെ പേരെന്താണ്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മൈൻഡ് ഇങ്ങനെ വെറുതെ ആ സമയം കഴിക്കുകയെന്ന്. ആ സമയങ്ങളിൽ നമ്മൾ ഈ കാലാകാലങ്ങളായി വരുന്ന നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ സമ്പത്ത് നമ്മുടെ എങ്ങനെ നമുക്ക് ഏതെല്ലാം മാർഗത്തിൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നൊക്കെയുള്ള ക്ലാസ്സുകളാണ് കൊടുക്കേണ്ടത്. ഈ സമയത്താണ് ഇന്ന് വേൾഡിൽ മൊത്തത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത്. അത് ഈ ലോകത്തിപ്പം അതുപോലെ തന്നെ ഈ കോഴ്സ് നാളെ മൊത്തം വ്യാപകമാകുമ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. പിന്നെ അതിൻ്റെ ഫീസൊക്കെ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മലയാളികളുടെ ആകെ ഒരു കുഴപ്പം, ആദ്യം നമ്മളിതൊന്നും ആദ്യം ഗൗനിക്കില്ല. പിന്നെ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി അതിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ടാവും. അത് നേരത്തെ മനസ്സിലാക്കുന്നവർ സാമ്പത്തികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിലും അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായി ഉയരുന്നതും അവർ നമ്മളെക്കാട്ട് എത്ര മുന്നേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇനിയെങ്കിൽ നമ്മൾ വരും ഈ ടെക്നോളജി നിലവിൽ വരുന്ന ഈ കാലത്ത് നമ്മൾ ഒരിക്കലും സാമ്പത്തികമായി പിന്നോക്കം പോകാൻ പാടില്ല. രണ്ടാമത് വെച്ചാൽ ഈ ഇന്നത്തെ ഇത്തിരി സാഹചര്യം വെച്ചിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ₹1 പോലും നിങ്ങളെ തൊഴിലിന് പുറമെ ₹1 പോലും സമ്പാദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെറും പരാജയമാണ്. ഇപ്പം നമ്മൾ എത്രയോ പേര് ഈ ഓൺലൈനിൽ ഈ ക്രിപ്റ്റോ കറൻസി കൂടി ഒരുപാട് പൈസ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഒരുപാട് കാലം മുന്നേ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയുകയും ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ ഒരു മേഖലയ്ക്ക് വരണം. കാരണം കാലം അതിവേഗം കുതിച്ചു പോവുകയാണ്. അതിന് പിന്നാലെ നമുക്ക് ഓടിയെങ്കിൽ നമുക്ക് എന്തൊക്കെയൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വേൾഡ് മെറ്റാ സമ്മിറ്റിൻ്റെ ഉച്ചകോടിയുടെ ചാൻസലറായിട്ടുള്ളത് നമ്മുടെ മലയാളിയായ സിദ്ദിഖ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടും കൊണ്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും മൊത്തത്തിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഓരോ IIT നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കൂടുതൽ ഇപ്പം നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ.